ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ 1 സാമുവൽ 1-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. 1-ാമത്തെ ചോദ്യം, എഫ്രായിം മലനാട്ടിലെ എവിടെയാണ് എൽക്കാന താമസിച്ചിരുന്നത്? റാമാതായിമിൽ. എഫ്രായിം മലനാട്ടിലെ റാമാതായിമിൽ വസിച്ചിരുന്ന എൽക്കാന ഏതു വംശജനായിരുന്നു? സൂഫ് വംശജൻ. സൂഫ് വംശജനായ എൽക്കാന ഏതു മലനാട്ടിലാണ് വസിച്ചിരുന്നത്? എഫ്രായിം മലനാട്ടിൽ. എൽക്കാനയുടെ പിതാവിൻ്റെ പേര് യഹോറാം. എലീഹുവിൻ്റെ പൗത്രനും ഹന്നയുടെ ഭർത്താവുമായിരുന്നതാര്? എൽക്കാന. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു? 2. ആരെല്ലാമായിരുന്നു എൽക്കാനയുടെ ഭാര്യമാർ? ഹന്നായും പെനീന്നായും. എൽക്കാനയുടെ ഭാര്യമാരിൽ ആർക്കാണ് മക്കളില്ലായിരുന്നത്? ഹന്നായ്ക്ക്. എൽക്കാന വർഷം തോറും ഷീലോയിലേക്ക് പോകുമായിരുന്നത് എന്തിന്? സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി. സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി എൽക്കാന വർഷം തോറും എവിടേക്കാണ് പോയിരുന്നത്? ഷീലോയിലേക്ക്. ഷീലോയിൽ കർത്താവിൻ്റെ പുരോഹിതന്മാരായിരുന്നത് ആരെല്ലാമായിരുന്നു? ഹോഫ്നിയും ഫിനെഹാസും. ഹോഫ്നിയുടെയും ഫിനെഹാസിൻ്റെയും പിതാവ് ഏലി. ഷീലോയിൽ ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രിമാർക്കും പുത്രന്മാർക്കും എന്താണ് നൽകിയിരുന്നത്? ഓഹരി. എപ്പോഴാണ് എൽക്കാന ഭാര്യ പെനീനായ്ക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നത്? ഷീലോയിൽ കർത്താവിന് ബലിയർപ്പിക്കുന്ന ദിവസം. എൽക്കാന ഭാര്യമാരിൽ ആരെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹന്നായെ. എൽക്കാനയുടെ ഭാര്യമാരിൽ ആരെയാണ് കർത്താവ് വന്ധ്യയാക്കിയിരുന്നത്? ഹന്നായെ. എന്തു നിമിത്തമാണ് ഹന്നായുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നത്? വന്ധ്യത നിമിത്തം. വന്ധ്യത നിമിത്തം ഹന്നായെ വേദനിപ്പിച്ചിരുന്നത് ആര്? സപത്നി. ഹന്നയുടെ സപത്നി ആരായിരുന്നു? പെനീന്ന. ആണ്ടുതോറും എവിടേക്ക് പോയിരുന്നപ്പോഴൊക്കെയാണ് പെനീന്ന ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നത്? കർത്താവിൻ്റെ ഭവനത്തിലേക്ക്. പെനീന്ന ഹന്നയെ പ്രകോപിപ്പിച്ചപ്പോൾ ഹന്ന എന്താണ് ചെയ്തത്? കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ആരാണ് ഹന്നായോട് ഇപ്രകാരം ചോദിച്ചത്? ഭർത്താവായ എൽക്കാന. ഞാൻ നിനക്ക് എന്തിലും ഉപരിയല്ലേ എന്നാണ് എൽക്കാന ഹന്നയോട് ചോദിച്ചത്. 10 പുത്രന്മാരിലും. ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ എന്ന് ഹന്നയോട് ചോദിച്ചതാര്? എൽക്കാന. ഹന്ന ഷീലോയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ ആരാണ് ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഇരിക്കുകയായിരുന്നത്? പുരോഹിതനായ ഏലി. ഹന്ന ഷീലോയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ പുരോഹിതനായ ഏലി എവിടെ ഇരിക്കുകയായിരുന്നു? ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം. ഹന്ന ഷീലോയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം എവിടെ ഇരിക്കുകയായിരുന്നു? ഒരു പീഠത്തിൽ. ഹന്ന ഷീലോയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്? ഹൃദയം നൊന്തുകരഞ്ഞു. ഹന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് കർത്താവിനെ എങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങേന്നെ അനുസ്മരിക്കണമേ എന്ന് പറഞ്ഞത്? സൈന്യങ്ങളുടെ കർത്താവേ, എനിക്കൊരു പുത്രനെ നൽകിയാൽ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ എന്തു ചെയ്യാമെന്നാണ് ഹന്ന കർത്താവിനോട് നേർച്ച നേർന്നത്. അങ്ങേക്ക് പ്രതിഷ്ഠിക്കും, അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അധരം മാത്രമേ ചലിച്ചുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ പുരോഹിതനായ ഏലിക്ക് തോന്നിയതെന്ത്? അവൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന്. എത്ര നേരം നീ ഉന്മത്തിയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക എന്ന് ഏലി ആരോടാണ് പറഞ്ഞത്? ഹന്നായോട്. പുരോഹിതനായ ഏലിയെ ഹന്ന എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? എൻ്റെ ഗുരു. വീഞ്ഞോ ലഹരിപാനീയമോ താൻ കഴിച്ചിട്ടില്ല എന്ന് ഏലിയോട് പറഞ്ഞതാര്? ഹന്ന. എവിടെ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? കർത്താവിൻ്റെ മുമ്പിൽ. ഈ ദാസിയെ എപ്രകാരമുള്ള ഒരുവളായി വിചാരിക്കരുതേ എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? അധപ്പതിച്ച ഒരുവളായി.
അത്യധികമായ എന്തെല്ലാം മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്. ആകുലതയും അസ്വസ്ഥതയും. സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ആരോട് പറഞ്ഞു? ഏലി ഹന്നായോട്. ആര് നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്നാണ് ഹന്നായോട് ഏലി പറഞ്ഞത്? ഇസ്രായേലിൻ്റെ ദൈവം. ഈ ദാസിക്ക് അങ്ങയുടെ എന്തുണ്ടാകട്ടെ എന്നാണ് ഏലിയോട് ഹന്ന പ്രതിവചിച്ചത്. കൃപാകടാക്ഷം. ഹന്ന എന്തു പറഞ്ഞുകൊണ്ടാണ് പുത്രന് സാമുവൽ എന്ന പേരിട്ടത്? ഞാനവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ ഹന്ന പുത്രനു നൽകിയ പേരെന്ത്? സാമുവൽ. സാമുവലിൻ്റെ ജനനശേഷം എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള നേർച്ച നിറവേറ്റാനും ബലിയർപ്പിക്കാനും പോയെങ്കിലും ഹന്ന പോകാതിരുന്നതിന് പറഞ്ഞ കാരണമെന്ത്? കുഞ്ഞിൻ്റെ മുലകുടി മാറട്ടെ. കുഞ്ഞിൻ്റെ മുലകുടി മാറിയതിന് ശേഷം എന്തിനു വേണ്ടി കൊണ്ടുവന്നു കൊള്ളാമെന്നാണ് ഹന്ന എൽക്കാനയോട് പറഞ്ഞത്? പുത്രൻ കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന്. എൽക്കാന ഹന്നയോട് നിന്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുക, അവൻ്റെ മുലകുടി മാറട്ടെ, കർത്താവിനോടുള്ള എന്തു നിറവേറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത്. കർത്താവിനോടുള്ള വാക്ക്. ഹന്ന സാമുവലിനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് എന്തെല്ലാമായാണ് കൊണ്ടുവന്നത്? 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫാ മാവ്, 1 കുടം വീഞ്ഞ്. ഹന്ന സാമുവലിനെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നത് ഏതു പ്രായത്തിലായിരുന്നു? ബാലപ്രായത്തിൽ. ഹന്ന സാമുവലിനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നപ്പോൾ എന്തിനെയാണ് ബലിയർപ്പിച്ചത്? കാളക്കുട്ടിയെ. കർത്താവിൻ്റെ ആലയത്തിൽ സാമുവലിനെ കൊണ്ടുവന്ന കാളക്കുട്ടിയെ ബലിയർപ്പിച്ച ശേഷം ശിശുവിനെ ആരുടെ അടുക്കലേക്കാണ് ഹന്ന കൊണ്ടുവന്നത്? ഏലിയുടെ. ഹന്ന ബാലനായ സാമുവലിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്ന ശേഷം പറഞ്ഞതെന്ത്? ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ അവനെ ആർക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? കർത്താവിന്. സാമുവലിൻ്റെ മാതാപിതാക്കൾ എൽക്കാനയും ഹന്നയും. സാമുവൽ എത്ര കാലം കർത്താവിനുള്ളതായിരിക്കുമെന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? ആജീവനാന്തം. താങ്ക് യു.